മലയാള സിനിമയിലെ ഇതിഹാസ താരം ജയൻ നമ്മെ വിട്ടുപോയിട്ട് 45 വർഷങ്ങൾ തികയുന്നു. 1980 നവംബർ 16 മദ്രാസിലെ ഷോളവാരം എന്ന ചെറിയ എയർപോർട്ടിൽ കോളിളക്കം സിനിമയുടെ ക്ലൈമാക്സ് ഷൂട്ട് നടക്കുകയാണ്. സുകുമാരൻ്റെ 2 വീലറിൽ നിന്നുകൊണ്ട് താഴ്ന്നു പറക്കുന്ന ഹെലികോപ്റ്ററിലേക്ക് ചാടിപ്പിടിക്കുന്ന സൂപ്പർ താരം ജയൻ. ജയൻ്റെ പിടിമുറുകുമ്പോൾ ജയൻ്റെ ഭാരവും ഹെലികോപ്റ്ററിനകത്തിരുന്ന വില്ലനായ ബാലൻ കെ നായരുടെ ഭാരവും ഒരു സൈഡിലായതിനാൽ ആ ഭാഗം കുത്തനെ താഴാനും പൈലറ്റിൻ്റെ നിയന്ത്രണം തെറ്റാനും ഇടവന്ന നിമിഷം കോപ്റ്റർ ജയനെയും കൊണ്ട് കുത്തനെ താഴേക്ക് നിലംപതിക്കാൻ കുതിച്ചു. ഈ സമയം ചാടിക്കോളൂ എന്ന പൈലറ്റിൻ്റെ നിർദ്ദേശം ബാലൻ കെ നായർ കേട്ട് അതുപ്രകാരം താഴേക്ക് ചാടി. എന്നാൽ പ്രൊപ്പല്ലറിൻ്റെ ശബ്ദം കാരണം ജയന് പൈലറ്റിൻ്റെ ശബ്ദം കേൾക്കാൻ സാധിച്ചില്ല. ജയനെയും കൊണ്ട് കോപ്റ്റർ കുത്തനെ നിലത്തിടിച്ച് വീണു. ആ വീഴ്ചയിൽ പ്രിയപ്പെട്ട ജയൻ്റെ തലയ്ക്ക് ക്ഷതമേൽക്കുകയും തലച്ചോർ കലങ്ങുകയും ചെയ്തു. ഒരു നിമിഷം അതാ മരണത്തെപ്പോലും പുഞ്ചിരിയോടെ നേരിട്ട മഹാനടനെ മരണമെന്ന ആ മഹാസത്യം കീഴ്പ്പെടുത്തി. ജയനെ രക്ഷിക്കാൻ സിനിമാ പ്രവർത്തകർ ജയനെ വാരിയെടുത്ത് വണ്ടിയിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് പാഞ്ഞു. കോരിച്ചൊരിയുന്ന മഴ വില്ലനായി പിന്നാലെ ചൊരിഞ്ഞു. വിധി ജയൻ്റെ ജീവനെതിരായിരുന്നു. മദിരാശി നഗരം അതുവരെ കാണാത്ത പെരുമഴ. യാത്ര തന്നെ ദുസ്സഹമായി. വളരെ വേഗത്തിലെത്തേണ്ട ആ യാത്ര വളരെ വൈകിയാണ് ഹോസ്പിറ്റലിൽ എത്തിയത്. ഡോക്ടർമാർ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചു. ജയൻ എന്ന നടൻ ഈ ലോകത്തു നിന്ന് പോയി എന്ന് ലോകം അന്നറിഞ്ഞു. 1972 പോസ്റ്റ്മാനെ കാണുവാനില്ല എന്ന ചിത്രത്തിൽ ഒരു ചെറിയ രംഗത്തിൽ തല കാണിച്ചുകൊണ്ടാണ് കൃഷ്ണൻ നായർ എന്ന ജയൻ സിനിമയിൽ എത്തുന്നത്. 1974 പുറത്തിറങ്ങിയ ശാപമോക്ഷം എന്ന ചിത്രത്തിൽ ഒരു ഗാനരംഗത്തിൽ പ്രത്യക്ഷപ്പെട്ട കൃഷ്ണൻ നായരെ ജയൻ എന്ന് നാമകരണം ചെയ്തത് പഴയകാല നടൻ ശ്രീ ജോസ് പ്രകാശാണ്. തുടർന്ന് ചെറിയ ചെറിയ വേഷങ്ങളിലൂടെ ജയൻ മലയാളത്തിൽ ലബ്ധപ്രതിഷ്ഠ നേടി. 76 ഹരിഹരൻ സംവിധാനം ചെയ്ത പഞ്ചമിയാണ് ജയൻ്റെ തലവര മാറ്റിയ ചിത്രം. ഉമ്മർ അഭിനയിക്കാനിരുന്ന ഫോറസ്റ്റ് ഓഫീസർ ജോൺ എന്ന വില്ലൻ കഥാപാത്രം. ഉമ്മറിൻ്റെ തിരക്ക് കാരണം അത് ജയനിലേക്ക് എത്തുകയായിരുന്നു. പഞ്ചമിയുടെ വൻ വിജയം ജയനെ സിനിമയിൽ തിരക്കുകളുടെ ലോകത്ത് എത്തിക്കുകയായിരുന്നു. പിന്നീട് ജയൻ്റെ വില്ലൻ വേഷങ്ങളിലൂടെ മലയാള സിനിമ കടന്നുപോയി. കണ്ണപ്പനുണ്ണി, കന്യക, ശത്രുസംഹാരം, 2 ലോകം, ഇതാ ഒരു മനുഷ്യൻ, ജയിക്കാനായി ജനിച്ചവൻ, കാത്തിരുന്ന നിമിഷം എന്നിങ്ങനെ വില്ലനായി ജയൻ മലയാള സിനിമയിൽ നിറഞ്ഞാടി. 1978 ശ്രീകുമാരൻ തമ്പി കെ സുരേന്ദ്രൻ്റെ ഭിക്ഷാം ദേഹി എന്ന നോവലിനെ സിനിമയാക്കിയപ്പോൾ അതിലെ വി സ്വാമി എന്ന കഥാപാത്രത്തെ ജയനെ കൊണ്ട് അവതരിപ്പിച്ചു. ജയൻ നായകനായ ആദ്യത്തെ ചലച്ചിത്രമായിരുന്നു ഏതോ ഒരു സ്വപ്നം. ഏതോ ഒരു സ്വപ്നത്തിന് ശേഷം ജയൻ അഭിനയിച്ച വടക്കൻപാട്ട് ചിത്രമായ തച്ചോളി അമ്പു, മലയാളത്തിലെ ലക്ഷണമൊത്ത ഹൊറർ ചിത്രമായ ലിസ എന്നിങ്ങനെ നിരവധി ചിത്രങ്ങളിൽ ജയൻ സഹനായകനായി അഭിനയിച്ചു. ഈ ചിത്രങ്ങളെല്ലാം ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളുമായത് ജയന് വലിയ ഒരു ബ്രേക്കായി. 1979 ഹരിഹരൻ്റെ സംവിധാനത്തിൽ പുറത്തുവന്ന ശരപഞ്ചരത്തിലെ കുതിരക്കാരൻ ചന്ദ്രശേഖരൻ ജയനെ സൂപ്പർ താര പദവിയിൽ എത്തിച്ചു. ആകാരഭംഗി കൊണ്ടും ശബ്ദ സൗകുമാര്യം കൊണ്ടും അഭിനയ മികവുകൊണ്ടും കുതിരക്കാരൻ ചന്ദ്രശേഖരനെ ജയൻ ഉന്നതികളിൽ എത്തിച്ചു. മലയാള സിനിമയുടെ ചരിത്രം തിരുത്തിക്കുറിച്ചുകൊണ്ട് ഇൻഡസ്ട്രി ഹിറ്റായി തീർന്ന ശരപഞ്ചരത്തിന് ശേഷം ജയൻ ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും ഒരുക്കി മലയാള സിനിമയിലെ എതിരില്ലാത്ത സൂപ്പർ താരമായി ഉയർന്നു. 1980 IV ശശിയുടെ സംവിധാനത്തിൽ പുറത്തുവന്ന അങ്ങാടിയിലെ ബാബു ജയൻ്റെ അവിസ്മരണീയമായ മറ്റൊരു കഥാപാത്രമാണ്. ഇംഗ്ലീഷ് ഭാഷ വശമില്ലാത്ത ജനങ്ങൾ പോലും അങ്ങാടിയിൽ ജയൻ പറയുന്ന ഇംഗ്ലീഷ് ഡയലോഗുകൾ കേട്ട് എണീറ്റു നിന്ന് കൈയടിച്ച നിമിഷം ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ പോലും മറ്റൊന്ന് ഉണ്ടായിരുന്നില്ല എന്നതാണ് വാസ്തവം. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് തിയേറ്ററുകളിലും 100 ദിവസം നിറഞ്ഞു നിന്ന ചലച്ചിത്രമാണ് അങ്ങാടി. 1980 ജയൻ അഭിനയിച്ച 20 ചലച്ചിത്രങ്ങളിൽ
19 സൂപ്പർ ഹിറ്റുകളായിരുന്നു. 79, 80, 81 ജയൻ്റെ വർഷങ്ങൾ എന്ന് മലയാള സിനിമ വിധിയെഴുതി. മരണമടഞ്ഞ് 45 വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ നടനോടുള്ള ആരാധനയ്ക്ക് കോട്ടം തട്ടിയിട്ടില്ല. ജയൻ ഇന്നും അജയനായി കുതിക്കുകയാണ്. കാലത്തിന് മായ്ക്കാൻ കഴിയാത്ത അഭിനയ സിംഹാസനത്തിൽ വിരാജിക്കുന്ന അത്ഭുത പ്രതിഭാസത്തിന്, ഇതിഹാസ താരത്തിന് പഞ്ച് മീഡിയയുടെ ആദരാഞ്ജലികൾ.